അർച്ചനയ്ക്ക് ഇന്നലെ മർദ്ദനമേറ്റിരുന്നു. അതിന്റെ ഒരു 10 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതിനുശേഷമാണ് അവർ കിണറ്റിലേക്ക് ചാടിയത്. അതായത് നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറഞ്ഞതുപോലെ തന്നെ വീട്ടിനുള്ളിൽ തർക്കമുണ്ടായിരുന്നു. വീട്ടിൽ അർച്ചനയും ശിവകൃഷ്ണനുമായി തർക്കമുണ്ടാവുകയും അർച്ചനയ്ക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തു. അവരുടെ ചുണ്ടിന്റെ ഭാഗത്ത് മുറിവേറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ കവിളിന്റെ ഭാഗത്ത് മുറിവേറ്റിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് അവർ തന്നെ ചിത്രീകരിച്ച ദൃശ്യമാണ്. അവരുടെ മകൾ, അർച്ചനയുടെ മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി തന്നെയാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് തന്നെ കൈമാറുകയും ചെയ്തിട്ടുള്ളതും. വീട്ടിലുണ്ടായ തർക്കം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യ അല്ലെങ്കിൽ കിണറ്റിൽ ചാടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ആ കിണറ്റിൽ ചാടിയ സമയത്ത് അതിനകത്ത് ഉള്ള സമയത്തും അവർക്ക് കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പ്രദേശവാസികളുള്ള ആൾക്കാർ, ഒട്ടേറെ ആൾക്കാരുണ്ട്. രാവിലെ ഇതിന്റെ രാത്രിമേലുണ്ടായിരുന്നല്ലേ? എന്തായിരുന്നു ഏട്ടാ സംഭവിച്ചത്? ഈ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഒരു രക്ഷിക്കാനിറങ്ങി ജീവൻ നഷ്ടമായി. ഈ പെൺകുട്ടി കിടത്തി ചാടിയതിന് ബഹളം കേട്ടാൽ ഞങ്ങളിപ്പോൾ അയലത്ത് നോക്കി ഓടി വരുമ്പം 12 മണി കഴിഞ്ഞാണ് പെൺകുട്ടി ചാടുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. പെൺകുട്ടിക്ക് ജീവനുണ്ടായിരുന്നു. അതിന് ഫയർഫോഴ്സ് 15 മിനിറ്റിനകത്ത് ഫയർഫോഴ്സ് കൊട്ടാരക്കര യൂണിറ്റ് വന്നു. അവർ വന്നിട്ട് ഇവർ അതിലൊരു ഉദ്യോഗസ്ഥൻ, ഈ സോണി മരിച്ച ആളും, സോണി എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് തന്നെ സുരക്ഷാ അവരുടെ മാനദണ്ഡമെല്ലാം പാലിച്ച് അദ്ദേഹം ഈ കിടപ്പിൻ്റെ പാലത്തെ കയർ റോപ്പ് കെട്ടി വല ഉൾപ്പെടെ അയാൾ ഇറങ്ങി പെൺകുട്ടിയെ വലയ്ക്കകത്താക്കി. ഞങ്ങൾ ഓടിക്കൂടിയ അയലുകാരും നാട്ടുകാരൊക്കെ ഓടിക്കൂടിയവരെല്ലാം അവിടെ ചേർന്ന് ഇവരെ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുമ്പം ഈ മരിച്ച ഈ ശിവകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ സൈഡിൽ നിന്ന് ടോർച്ച് കളിച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ അന്നേരം അവർ പറഞ്ഞായിരുന്നു. അത് അദ്ദേഹം കൂട്ടാക്കാതെ സൈഡിൽ വന്ന് നിന്നിട്ട് ലൈറ്റ് തെളിച്ച് കൊടുത്തു. അങ്ങനെ പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ 2 തൂണും ഉൾപ്പെടെ ഇടിഞ്ഞ് ഈ സൈഡോട് ഇടിഞ്ഞ് കിണറ്റിലേക്ക് പതിക്കുക. അപ്പോഴത്തേക്ക് ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നവർ തന്നെ അപകട രീതിയിലാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ റോപ്പങ്ങ് പോയി. പിന്നെ പെട്ടെന്ന് തന്നെ ഈ അയാളുടെ ഈ ഫയർഫോഴ്സ് ജീവനക്കാരൻ്റെ റോപ്പ് ശരീരത്തുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അയാളെ പിടിച്ചു കയറ്റാൻ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പിടിച്ച് കരയ്ക്ക് കയറ്റി അവർ ആ യൂണിറ്റ് അവരെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഇന്നലെ പോയി. ജീവനുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അന്നേരം. കാരണം തലച്ചോറിനൊക്കെ പൊട്ടലുണ്ടെങ്കിൽ അന്നേരം അനക്കമുള്ള പോലെ തോന്നും. അങ്ങനെ അത് കൊണ്ടുപോയി. പിന്നെ അവർ തന്നെയാണ് കൊണ്ടിറക്കും കൊല്ലത്തിനൊക്കെ ഫയർഫോഴ്സ് യൂണിറ്റിനെ വിളിച്ച് വിവരം അറിയിച്ച അവരും വലിയ താമസമൊന്നും ഇല്ലാതെ അവരും വന്നു. ഇവരൊന്ന് രക്ഷാപ്രവർത്തനത്തിൽ കറണ്ടില്ലാഞ്ഞുകൊണ്ട് ഈ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എല്ലാ ഓടിക്കൂടിയവരുടെ എല്ലാ നാട്ടുകാരെല്ലാം കൂടെ സഹായത്താൽ അവരതിൻ്റെ അതായത് അർച്ചനയെ കൃത്യമായി വലിയ കയറ്റി മുകളിലേക്ക് വലിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ അർച്ചനയ്ക്ക് ജീവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലെന്ന് ആൾ തന്നെ പറഞ്ഞിരുന്നു. കയ്യോ കാലോ കൊണ്ട് കുടിച്ചുള്ളതെന്ന് പറഞ്ഞതൊക്കെ ഞാനും കേട്ട്. അങ്ങനെ സുരക്ഷ ഫയർഫോഴ്സുകാരനാണ് ആദ്യം പിടിച്ച് കയറ്റുന്നത്. പിന്നെ മറ്റുള്ള യൂണിറ്റുകാരൂടെ വന്നിട്ടാണ് ഈ കടന്ന് 2 പേരെയും കൂടെ കരയ്ക്ക് എത്തിച്ചത്. വലിയ ദാരുണമായ ഒരു നല്ലൊരു ജീവനക്കാരൻ പോയി എന്നാണ് നമ്മൾ അറിഞ്ഞത്. പിന്നെ ഇവരെന്ന് പറയാൻ അയലത്തുകാരാണ്. ഇവരോട്ട് നമുക്ക് വലിയ കുടുംബ പശ്ചാത്തലമൊന്നും അറിയില്ല. പിന്നെ ഇവർ വന്ന് താമസിക്കുന്ന മറ്റു പ്രശ്നക്കാരെന്നുണ്ടെന്ന് നമുക്ക് ഇതിന് കുടുംബമായിട്ട് അവർ താമസിക്കുന്നില്ല. എന്തെങ്കിലും വഴക്ക വയ്യാലേക്ക് ഉണ്ടായതായിരിക്കാം. ഡീറ്റെയിൽസ് ഒന്നും അതിനെക്കുറിച്ച് അറിയില്ല.